ആരാണെന്ന് നിനക്കറിയാമോ? ഇവിടത്തെ മഹാരാജാവായിരിക്കും. എന്താടാ, പരിഹസിക്കുകയാണോ? ഈ സ്ഥലം ഏതാണെന്ന് തനിക്കറിയാവോ? അറിയാം. ഏതാ? കുറെ തെരുവ് തെണ്ടികളുടെ താവളം. എന്നാലേ എന്നെ തേടി വന്നിട്ടുള്ള ഒരു തെണ്ടിയും ഇവിടുന്ന് വന്നതുപോലെ പോയിട്ടില്ല. എന്താണ് പറഞ്ഞേ? നിർത്തണ, വിറപ്പിക്കല്ലേ. ഓ, കൈവെട്ടിക്കൊണ്ടുപോകാൻ മുതലാളി നേരിട്ട് വന്നായിരിക്കും അല്ലേ? കയ്യല്ലടാ, വേണ്ടി വന്നാൽ നിന്റെ തല ഞാൻ വെട്ടും. അമ്മയുടെ മുലപ്പാൽ കുടിച്ച ആൺകുട്ടികളുണ്ടെങ്കിൽ വാടാ. കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കോൺവെന്റിന്റെ മുന്നിലാണ് അവന്റെ ഒരു ചാരായക്കട. അരിഞ്ഞുകളെ എല്ലാത്തിനും ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടണ കൈ. ഞാനിവിടെ സൈക്കിൾ പഞ്ചർ സീറ്റിൽ കാറ്റടിച്ചോണ്ടിരിക്കലായിരുന്നോ? എടോ, തന്റെ മോന കൊച്ചു കഴിവേറെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിലുണ്ടല്ലോ, അവന്റെ കൈയും കാലും ഞാൻ അരിഞ്ഞളയും. ഒരു കാര്യം ചെയ്യും, വെട്ടുകത്തിയുടെ മൂർച്ച ഒന്ന് കൂട്ടിയിട്ട് പോ, അല്ലെങ്കിലേ കൈ ഉളുക്കും. സാറേ, അവന്റെ കരണ കുറ്റിക്കെട്ടൊന്ന് കൊടുക്ക്. ആരാച്ചാര്യ വേൽപ്പിന് ഒരു വേല അറിയാവൂ, അതിൽ കുറഞ്ഞൊന്നും അറിയില്ല. പോല ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല. എന്തേ? പിന്നെ മഴക്കിന് പോയല്ലേ? ഹോസ്പിറ്റലിൽ പോകാറുന്ന എന്താ? അവരൊക്കെ കാശുകാരാ, അവര് വിചാരിച്ചാൽ എന്തും നടക്കും. ഹോസ്പിറ്റലിൽ പോകാതെ ഇന്നെന്തിനാ ലീവ് എടുത്തതെന്ന്? വഴക്ക് കൂടരുതെന്ന് ഞാൻ പറഞ്ഞ കേക്കില്ലല്ലോ. ഞാൻ ചോദിച്ചതിനെന്താ ഉത്തരം പറയാത്തത്? ഇന്ന് എന്തിനാ ലീവ് എടുത്തത്? ഇന്നെന്റെ ഭർത്താവ് ജനിച്ച ദിവസമാണ്, മരിച്ച ദിവസം. ഭർത്താവ് മരിച്ച ഒരു പെൺകുട്ടിക്കും ജീവിതം നിഷിദ്ധമല്ല ഗീതേ, സ്നേഹവും. ഇനി ഒരിക്കലും ഗീത ഇതോർത്ത് കരയരുത്, ഒരിക്കലും. കൊട്ടും കുരവയുടെ സാന്നിധ്യത്തിൽ കതിർമണ്ഡപത്തിൽ വെച്ച് ഒരു ദിവസം ഞാൻ നിന്നെ സ്വീകരിക്കാം. തൽക്കാലം നമുക്ക് ഇങ്ങനെ തുടങ്ങാം. വരട്ടെ. ദിലീപേ, ശ്രീദേവി പറഞ്ഞിട്ടാ എവിടെ? അമ്മയുടെ പണിയാ. ചെന്നാ നീ വന്നേ, ഇങ്ങ് വാ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നല്ല ഉറക്കമാണ്, ഉറങ്ങി എണീറ്റ ഉടനെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ കിടന്നെന്ന് പറഞ്ഞേക്കും. അങ്ങനെ പറഞ്ഞ പൊക്കോളൂ. പൊക്കോളൂ. ആ, എന്നാ കാര്യം ഞാൻ ഏറ്റു. നീ ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, നീ കംപ്ലീറ്റ് ഉറങ്ങി. ഉറങ്ങി കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് വരാമെന്നാണ് ഉറങ്ങിക്കൊണ്ട് എന്നോട് പറഞ്ഞത്. അങ്ങനെയല്ല. ഉറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഉറങ്ങാമെന്ന്. അയ്യോ, എന്താണോ എന്നോട് പറയാൻ പറഞ്ഞു? എനിക്കറിയാൻ പാടില്ല. അതെ, ഒരു ലേശം വെള്ളം ഞാൻ ഇപ്പൊ തരാം. അന്നത്തെ തല്ലിന് എത്രയെണ്ണം കിട്ടി? ഒന്ന് രണ്ടെണ്ണം അല്പം സ്ട്രോങ് ആയിട്ട് കിട്ടി. നീയാണോടാ ദിലീപ്? അതെ. നീയാണോ ആ കിഴവിയെ ഹോസ്പിറ്റലാക്കിയത്? അതെ. SI അങ്ങോട്ട് വരാൻ പറഞ്ഞു. SI അല്ല, ഇനി ആര് വിളിച്ചാലും എന്തിനാണെന്ന് അറിയണം. ഇപ്പൊ ഞാൻ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോവാ. വേണേ നാളെ രാവിലെ വരാന്ന് പറ.
കമ്മീഷണർ സാർ ദിലീപിനോടൊന്ന് വരാൻ പറഞ്ഞു. അങ്കിൾ സ്റ്റേഷനിലുണ്ടോ? ഉണ്ട്. അമ്മയാണെന്ന് പോയിട്ട് വരാം. എന്തിനാ മോനെ? ഒരു ചെറിയ പ്രോബ്ലം അമ്മേ, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ അമ്മ ഓടി സ്റ്റേഷനിൽ വരണേ മോനെ. ആ വരാം വരാം. ചേട്ടാ ഞാനിവിടെ കാത്തിരിക്കും, വേഗം വരണേ. ആ എന്താ സാറേ കാര്യം പറ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി നിനക്കല്ല, ഞങ്ങൾക്കാണ്. പിന്നെ പോകാൻ അത്ര ധൃതിയുണ്ടെങ്കിൽ ഈ ആഴ്ച നീ ഇവിടുന്ന് പോകില്ല. അതിനുള്ള വകുപ്പുണ്ട്. അതൊന്നുമില്ല സാറേ, ഞാൻ പോവും. സാർ അങ്ങനെ പറഞ്ഞെന്നെ പേടിപ്പിക്കണ്ട, 1 വർഷം നിയമമൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. മതിയടാ, പോലീസ് സ്റ്റേഷനകത്ത് ഒന്ന് പോക്കത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് നിന്റെ അണപ്പല്ല് താഴെയിടും. ചുമ്മാ ഇരിക്കണം സാറേ, അനാവശ്യമായിട്ട് ഒരുത്തനെ എന്റെ ദേഹത്തെ ഞാൻ തൊടിയിക്കില്ല. തൊട്ടാ നീ എന്ത് ചെയ്യടാ? തൊട്ട് നോക്ക്. എന്താ എന്താ ഇവിടെ? സാർ ഇവൻ പോലീസ് സ്റ്റേഷൻ പുറത്ത് കിടന്ന് വെള്ളം ഉണ്ടാക്കുന്ന പോരാഞ്ഞിട്ട് സ്റ്റേഷനകത്ത് വന്ന് ഞങ്ങളെ തള്ളണമെന്ന്. ഇല്ല അങ്കിൾ, വെറുതെ പറ. നീ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോ സാർ വിശ്വസിച്ചോ? ഇപ്പൊ എന്തായി? കുറച്ച് കഴിഞ്ഞ് അവൻ സാറിനെയും ചീത്ത പറയും, നോക്കിക്കോ. അങ്കിൾ, ഒരക്ഷരം അനാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല. നീയൊന്നും പറയാതെയാ എസ് ഐ ഇത്ര ചൂടായത്? അതിനിപ്പോ ഞാനെന്ത് തെറ്റ് ചെയ്തു അങ്കിൾ? സാറിനെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഇവനെ അന്ന് ഞാൻ ഒതുക്കിയേനെ. കുഞ്ഞു പോടോ, താൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. കണ്ടോ കണ്ടോ, നിർത്തടാ. അങ്കിൾ, ഞാൻ പോലീസ് കമ്മീഷണറാ. സോറി സർ. നീ പുറത്തു കിടന്ന് വിളിച്ചിക്കോ. പോലീസ് സ്റ്റേഷൻ ഒന്ന് കളിച്ചാലുണ്ടല്ലോ നീ കളി പിടിക്കും. എന്നെ ആരും പഠിപ്പിക്കണ്ട, എന്നെ അനാവശ്യം പറഞ്ഞാൽ ഞാനും പറയും. നിന്റെ തന്ത്രയോട് ബന്ധം വെച്ചിട്ടാ നിന്നെ വെറുതെ വിടുന്നത്, അല്ലെങ്കിൽ അടിച്ചിന്റെ ഷേപ്പ് മാറ്റിക്കളി. ഓടാ. സോറി സർ. ഇറ്റ്സ് ഓൾ റൈറ്റ് യങ് മാൻ. 15 അടി വീതിയുള്ള റോഡിൽ കൂടെയാണ് 150 മൈൽ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്. എവിടാ തൊപ്പി? വണ്ടി ഓടിക്കുമ്പോ തൊപ്പി വെക്കണമെന്ന് അറിയാൻ പാടില്ലേ? എടുത്തു വെക്കണ. ഇതിന്റെ പേരാണ് ഹോൺ. ഇത് വല്ലപ്പോഴൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം, അറിയാവോ? നീ വണ്ടി മുമ്പോട്ട് എടുക്കൂ. ധൈര്യം ഉണ്ടെന്ന് എടുത്തു നോക്ക്. Stupid. എന്റെ പേര് ഹരിപ്രസാദ്. ദിലീപിനെ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ടൊന്ന് കാണും. നാളെ രാവിലെ എന്റെ വീട്ടിലേക്കൊന്ന് വരാം. ഐ വിൽ വെയിറ്റ് ഫോർ യു ടുമോറോ at 10 o'clock sharp. എന്തോട് നോക്കുന്നേ? നമസ്കാരം സാർ. മുതലാളി വരാൻ പറഞ്ഞിട്ടാടൂ. വരണം സാർ. സാർ, ദിലീപ് ഇരിക്കും. ഇരിക്കൂ ദിലീപ്. എന്താ കുടിക്കാൻ? ചായയോ കാപ്പിയോ അതോ? ഒന്നും വേണ്ട. ഞാൻ ദിലീപിനോട് വരാൻ പറഞ്ഞത് ഒരു പ്രധാന കാര്യത്തിൽ. ദിലീപിനിപ്പോ എന്താണ് ജോലി? ജോലി അന്വേഷിച്ച് നിർത്തിയതാ. കിട്ടാതിരുന്നിട്ടാണോ? അല്ല, തരാഞ്ഞിട്ട്. എങ്കിൽ ഞാനൊരു ജോലി തരാം. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. വിശ്വനാഥ മുതലാളിയെ എതിർക്കാൻ ഒരാള് വേണം, അല്ലേ? മനസ്സിലായില്ല. ചോരയും നീരുമുള്ള ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് അവരുടെ യൗവനവും ധൈര്യവും ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നത് ചില കള്ളക്കടത്തുകാരായ മുതലാളിമാരുടെ ഒരു ഹോബിയാണെന്നറിയാം. വെരി ഗുഡ്. നിങ്ങൾ ആദ്യത്തെ ടെസ്റ്റിൽ വിജയിച്ചിരിക്കുന്നു. മനസ്സിലായില്ല. എന്റെ ശത്രുക്കളോട് മത്സരിച്ച് കൂടുതൽ സൗഭാഗ്യങ്ങൾ സംഭരിക്കാൻ എനിക്കൊരു ഹയേർഡ് കില്ലറെ ആവശ്യമില്ല.
എന്റെ സൗകര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു സഹായിയാണ് എനിക്ക് വേണ്ടത്. എന്റെ അസന്മാർഗീയ പ്രവർത്തനങ്ങൾ താലോലിക്കാൻ എനിക്കൊരു കാവൽക്കാരനെയല്ല വേണ്ടത്. എന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഒരു സഹോദരനെയാണ്. കൂടുതൽ ഞാൻ വിവരിക്കണം. വേണം. പെട്ടെന്ന് റോഡിൽ കണ്ട ഒരു വ്യക്തിയോട് എന്താ ഇത്ര വലിയ ആകർഷണം? ദിലീപിനെ ഞാൻ വിളിപ്പിച്ചത് പെട്ടെന്നല്ല. വിളിപ്പിക്കാനുള്ള കാരണം, അമ്മേ, വലിയ ഉപകാരം മോനെ. ദൈവം മോനെ രക്ഷിക്കും. അമ്മ അകത്തേക്ക് പോയട്ടെ. ഈ സ്ത്രീയുടെ മകൻ എന്റെ ഡ്രൈവറായിരുന്നു. ഒരിക്കൽ എയർപോർട്ടിൽ നിന്ന് എന്നെയും കൊണ്ടുവരുമ്പോൾ ഒരു കാർ ആക്സിഡന്റിൽ അവൻ മരിച്ചു. അതിനുശേഷം ഇവർ എന്റെ കൂടെയാണ്. ദിലീപിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞത് ഇവരാണ്. സോറി സർ, എന്നോട് ക്ഷമിക്കണം. അനാവശ്യമായി ഞാൻ അങ്ങേ തെറ്റിദ്ധരിച്ചു. എനിക്കൊരു ജോലി വേണം സാർ. ഞാൻ ബികോം പാസ്സാണ്. ഒരു ജോലിക്ക് വേണ്ടി വേറാത്ത സ്ഥലമില്ല. പ്ലീസ്. ദിലീപിന്റെ തെറ്റിദ്ധാരണ മാറിയെങ്കിൽ എന്റെ ഹോട്ടലിന്റെയും ഫാക്ടറിയുടെയും അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിനാണ് ദിലീപിനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സംശയിക്കണ്ട, പ്രൊപ്പറേറ്ററും മാനേജറും ഞാൻ തന്നെ, അതായത് ദിലീപ് തന്നെ. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം സാർ. എന്ത് ജോലിയും ചെയ്യണ്ട, എല്ലാ ജോലിയും ചെയ്യിപ്പിച്ചാൽ മതി. താമസിക്കാൻ വീടും മാന്യമായ ശമ്പളവും തരും. സാർ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. യെസ്, ഫ്രം ടുമോറോ ഓൺവേർഡ്സ് യു ആർ മൈ അസിസ്റ്റന്റ് മാനേജർ. ആ ഗോപി, ഇതാണ് നമ്മുടെ പുതിയ മാനേജർ ദിലീപ്. ഇതെന്റെ സഹോദരൻ ഗോപി. എവിടെ പോകുന്നു? ഞാൻ റിസപ്ഷനിലേക്ക്. ആ, ആളല്പം വികൃതിയാ, ഒന്ന് ശ്രദ്ധിച്ചോണം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഹരിപ്രസാദ്. ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഹീരാലാൽ. ഹൗ ഡു യു ഡു? Hi. ഹി ഈസ് മിസ്റ്റർ ഹീരാലാൽ, നമ്മുടെ ഒരു പെർമനന്റ് കസ്റ്റമറാണ്. മിസ്റ്റർ ദിലീപ്, മൈ ന്യൂ മാനേജർ. Glad to meet you. Hello. ഓക്കെ then, see you. Okay, see you. Please. പുള്ളിക്ക് ചെറിയ തോതിലുള്ള സ്മഗ്ലിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ബില്ലെല്ലാം കറക്റ്റാണ്. മറ്റു കാര്യങ്ങൾ നമ്മൾ എന്തിനാ നോക്കുന്നത്, അല്ലേ? Good morning, sir. ഗുഡ് മോർണിംഗ്. ഹി ഈസ് മിസ്റ്റർ ദിലീപ്, നമ്മുടെ പുതിയ മാനേജറാണ്. മിസ്റ്റർ മോഹൻ ഇവിടുത്തെ സൂപ്പർവൈസർ. Hello. ദിലീപിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മിസ്റ്റർ മോഹനോട് ചോദിച്ചാൽ മതി. ഓക്കെ, വരും. Mr. Jonan, I'm from France. I came for the past 2 months here. Good morning. Yes, a suitcase. Okay. I'm sorry. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ഒരു Okay, മസാല okay. ദോശ. ഇയാളോടോ കാര്യം സംസാരിക്കാൻ. ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയാമോ ശരിക്കും? യൂനോ കൊങ്ങണി? ഓ എന്റെ പൊന്ന് ദിലീപേ, ഞാൻ ദേ ഇപ്പൊ ഒരു ചീഞ്ഞ സാഹിബിന്റെ നിന്ന് രക്ഷപ്പെട്ടേ ഉള്ളൂ. ദേ എന്ത് പറ്റി? അറിയാവുന്ന ഭാഷ മുഴുവൻ പറഞ്ഞു നോക്കി. അവസാനം ഞാൻ കൊങ്ങണി പറഞ്ഞപ്പോ അവനെ ഓടിക്കളഞ്ഞു. അതെ, ഈ ബസ്സിന്റെ വല്ല ഒരു മസാല ദോശ, ഒരു ചായ മേടിച്ചൊരു. ഇത് സ്റ്റാർ ഹോട്ടലാ. എന്താ 5 സ്റ്റാറിൽ മസാല കിട്ടൂലേ? അല്ല എന്നപ്പോ ഞാൻ എന്താ പറ്റി എന്താ അല്ല എനിക്ക് ബസ്സിന്റെ പാടില്ലേ? നീ റൂമിലേക്കല്ലേ? ഞാൻ വന്നേക്കാം. നീ വരുമോ? ഞാൻ വരാം. ഞാൻ വരണം. You are telephone? എന്റെ തിരക്കാകട്ടോ. കേട്ടില്ല, ഭാഗ്യം. പോടാ അവിടുന്ന്. എന്റെ പൊന്നമ്മേ, അമ്മ ഞാൻ പറഞ്ഞാ വിശ്വസിക്കില്ല. സത്യം പറയാം, ഞാൻ ഇന്ന് വീട്ടിൽ വന്ന് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരായിരിക്കായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അമ്മ ഇവിടെ എത്തി. ആ, എങ്ങനെയുണ്ട് അസിസ്റ്റന്റ് മാനേജർ ദിലീപ് രാജ്? പോടാ. ആ, പിന്നെ ദേ, അതാണ് അമ്മയ്ക്ക് കിടക്കുവാനുള്ള മുറി. ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം, തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം, എന്ത് വേണം അമ്മയ്ക്ക്? ഒരു ബട്ടൺ അമർത്തിയാൽ മതി. ആയുർവേദിക് ട്രീറ്റ്മെന്റിനുള്ള എല്ലാ ഏർപ്പാടുകളും വീട്ടിൽ തന്നെ. എന്റെ അമ്മയെ 10 ദിവസം രാജകീയമായി നോക്കാൻ കഴിഞ്ഞാൽ my God, ഞാൻ സംതൃപ്തനായി. അവളെന്തേ? വന്നിട്ടില്ല മോനെ. അവൾ ഇനി കോളേജിൽ നിന്ന് വന്നിട്ടില്ല. ആ, അവളെ ഒരു ദിവസം ഞാൻ ഇവിടെ കൊണ്ടുവന്നു. എപ്പോ? അതൊന്നും അമ്മ അറിയണ്ട. കള്ളി, അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ആ, അമ്മയ്ക്ക് വന്നേ. ഓ, മോനെ പതുക്കെ, എന്റെ കൈയടാ. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട മോനെ. ഒരു ഫസ്റ്റ് ക്ലാസ് ചായ എന്റെ കൈ കൊണ്ട് ഞാൻ കൊണ്ടുവരാം. വേണ്ട വേണ്ട വേണ്ട, നീ അവിടെ ഇരുന്നേ. ഒരു കാര്യം ചെയ്യണം, ഞാൻ ഡ്രൈവറെ വിട്ട് അമ്മയുടെ സാധനങ്ങൾ വീട്ടിൽ നിരപ്പിക്കട്ടെ. വരട്ടെ വരട്ടെ. ഞാൻ മോനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതാ. എന്തിനാ? നമുക്ക് ഈ ജോലി വേണ്ട മോനെ. അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ പറയില്ല. അച്ഛൻ ഇങ്ങോട്ട് വരായിരുന്നതാ മോനെ. അച്ഛൻ വരില്ല. അച്ഛൻ വന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. പിന്നെ ഞാൻ നിന്നോട് വേറൊരു രഹസ്യം കൂടി പറയാനാ വന്നത്. നിന്റെ മുതലാളിയില്ലേ, അയാൾ ഒരു വലിയ കള്ളക്കടത്തുകാരനാ.
രണ്ടാഴ്ചക്കകം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യും. മോനെ, എന്റെ മോൻ വേഗം ഇവിടെ നിന്ന് മാറിക്കോ. ആരാ ഈ അസംബന്ധങ്ങൾ അമ്മയെ പറഞ്ഞ് ഫലിപ്പിച്ചത്? കമ്മീഷണർ അദ്ദേഹം അച്ഛനോട് പറഞ്ഞതാ. അയാളല്ല അയാളെ തന്ത വിചാരിച്ചാലും എന്റെ മുതലാളിയുടെ രോമത്തിൽ സ്പർശിക്കാൻ കഴിയില്ല. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. നീ ഇപ്പൊ എന്റെ കൂടെ വരണം. ഞാൻ വരില്ല. ഞാൻ വിളിച്ച നീ വരില്ലേ? അമ്മ പറഞ്ഞാൽ ഞാൻ മരിക്കാനും തയ്യാറാണ്. പക്ഷേ ഇത് മാത്രം എനിക്കാവില്ല. അപ്പൊ നിനക്ക് മുതലാളി ഞങ്ങളെക്കാളും വലുതാണല്ലേ? അദ്ദേഹം വലിയ മനുഷ്യനാണമ്മേ. ആ വലിയ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ആ മാർക്കറ്റ് ജംഗ്ഷനിൽ കിടന്നേനെ. ഞാനൊന്ന് അമ്മയോട് ചോദിക്കട്ടെ, അയാൾ കള്ളക്കടത്തുകാരനാണെങ്കിൽ തന്നെ നമുക്കെന്താ? ഞാൻ അയാളുടെ പാർട്ട്ണറല്ല, അസിസ്റ്റന്റ് മാനേജർ. അയാളുടെ ശമ്പളക്കാരനാണ്. അമ്മക്ക് ഇത്രയും ബുദ്ധിയില്ലാതായി പോയല്ലോ. ദിലീപ്, ആ ദിലീപിന്റെ അമ്മ എപ്പോ വന്നു? അമ്മ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇതാ അല്പം പ്രസാദം. വരുന്ന വഴി അമ്പലത്തിലൊന്ന് കയറി. ദിലീപ്, ഇന്ന് നമ്മുടെ ഹോട്ടലിൽ ഒരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട്. കുറെ VIPs വരുന്നുണ്ട്. അവരെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവാം. അപ്പോ നിങ്ങൾ സംസാരിക്കും. ഈ മനുഷ്യനെ കുറിച്ചാണോ അമ്മ സംസാരിച്ചത്? എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഇല്ലമ്മേ, ക്ഷമിക്കണം. എങ്കിൽ ഞാൻ പോകുന്നു. അമ്മ എന്തിനാ പോകുന്നത്? അമ്മയ്ക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഞാനിവിടെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് മോനെ. പക്ഷേ അച്ഛൻ ഇവിടെ ഇല്ല.